നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും മനസ്സിനൊരു ഭയം. എന്തിന്? ആ കുട്ടിയില്ലേ, ആ മനീഷ, അതൊരു കൊടും വിഷമാ മോളെ. അതിന് അച്ഛൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞ് ആ കൂട്ടത്തിലേക്കല്ലേ നിനക്ക് പോയേണ്ടത്. അതാ അച്ഛന്റെ ആധി. അങ്ങനെ ഒരു ആധിയും അച്ഛന് വേണ്ട. മോളെ, നഞ്ചെന്തിനാ നാനാഴിന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ രണ്ടാളുടെയും സമാധാനം കെടുത്താൻ അവൾ ഒന്നു മതി. കൊറേ കാശ് കയ്യിലുണ്ടെന്ന അഹങ്കാരത്തില് ആ മനീഷ ഇനിയും എന്നോട് കളിക്കാൻ വരും. എനിക്കത് നല്ലപോലെ അറിയാം. ഞാൻ അതിലൊന്നും ഭയക്കില്ല അച്ഛാ. അച്ഛനും ഭയക്കരുത്. ഹരിച്ചേട്ടനും അവൾക്ക് ശത്രുവാ. അപ്പോ അവൾ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഭാവിയിലല്ല, ഇപ്പൊ തന്നെ. അവിവേകത്തിനൊന്നും മുതിരില്ലേ മോളെ? ഹാ, അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിടുമോളെ, വിട്ടേക്ക്. ഞാനല്ലേ പറയുന്നത്, അത് കിളങ്ങി വിട്ടേക്ക്. എന്റെ അച്ഛനെ ഉപദ്രവിച്ചവരോട് ചിലത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ തീരുമാനം മാറ്റാൻ കഴിയില്ല. ഞാൻ പുറത്തുനിന്ന് കേട്ടു നിന്റെ വെല്ലുവിളി. എവിടേക്കാ പോകുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എവിടേക്കാ പോണതെന്ന്? അതല്ലേ അമ്മ പുറത്തുനിന്ന് കേട്ടു എന്ന് പറഞ്ഞത്. പിന്നെന്തിനാ വീണ്ടും ചോദിക്കുന്നത്? ശരി, ചോദിച്ചത് കൊണ്ട് ഒരിക്കൽ കൂടി പറയാം. എന്റെ അച്ഛനെ തല്ലാൻ ആളെ വിട്ടാ മനീഷയ്ക്ക് 2 കൊടുക്കാൻ പോവാ. ഒരു വിവരമില്ലേ നിനക്ക്? നീ പഠിച്ചവളല്ലേ? അവരൊക്കെ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? അമ്മ ഇന്നല്ലേ അവരെയൊക്കെ കണ്ടത്? ഞാൻ നേരത്തെ കണ്ടതാ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒന്നുമല്ല. കൈനിറയെ കാശുള്ളവരവര്. കാശുകൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതാദ്യം മനസ്സിലാക്കിക്കോ. സാക്ഷാൽ ദൈവം പോലും ഇക്കാലത്ത് കാശുള്ളവർക്കൊപ്പമേ നിൽക്കും. അമ്മയ്ക്ക് തെറ്റി. ദൈവം എന്നും പാവങ്ങളുടെ കൂടെ നിൽക്കൂ, പണക്കാരുടെ കൂടെ അല്ല. നീ ഇപ്പോ ആ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ നിന്റെ വിചാരം? ഒരു കാര്യം നീ മനസ്സിലാക്ക്. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അച്ഛന്റെ അനിയനാ ആ രാജപ്രതാപൻ. നിന്റെ കല്യാണത്തിന് മുമ്പ് അവര് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത ഒന്നായ അന്ന് എന്തുണ്ടാകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നായാലോ എന്തുണ്ടാവും? ഹരിച്ചേട്ടൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞാലോ? പറഞ്ഞാ അതിന്റെ വിധിയാന്നങ്ങ് കൂട്ടും. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ഓർത്തോ, അവരെ നോവിച്ചു വിട്ട പാമ്പിനെ നോവിച്ചു വിടുന്ന പോലെയാ. നമ്മളെ കുടുംബത്തോടെ അവർ തകർക്കും. എന്തിനു പോകുന്നവരാക്കൂട്ട. നിന്റെ അച്ഛന് വാട്ടർ ക്യാൻ കൊടുക്കാൻ പോണ്ടേ? എനിക്ക് കടയിലേക്ക് പോണ്ടേ? ഗോകുലിനും ഗോപിയേക്കും സ്കൂളിലേക്ക് പോണ്ടേ? അപ്പോഴൊക്കെ ഞങ്ങളുടെ സംരക്ഷണത്തിന് നീ കൂടെ വരുമോ? വഴിയിൽ എവിടെയെങ്കിലും വെച്ച് അവരുടെ ആളുകള് നമ്മളെ തല്ലിക്കൊന്നാലോ? സംരക്ഷിക്കാൻ നീ ഉണ്ടാവോ കൂടെ? അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. നമ്മുടെ ഭാഗത്ത് അന്യായം. നീ ന്യായത്തെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞങ്ങളൊക്കെ വഴിയിൽ എവിടെയെങ്കിലും കിടന്ന് പെടഞ്ഞു ചാവുമ്പോ അപ്പോഴും ന്യായത്തെ തലേ വെച്ച് നിന്നോ? പത്മിനി, മതി, നിർത്ത്. കുറെ നേരമായല്ലോ നീ തകർത്താടുന്നു. ഇക്കണക്കിനെ പറഞ്ഞു പോയാ അവിടെ അമ്പലത്തിൽ വെച്ച് ആ ഗുണ്ടകൾ എന്നെ തല്ലിയതിനും നീ ന്യായീകരണം നിരത്തുമല്ലോ. അത് ശരി. ഭാവിയിലേക്ക് നല്ലത് പറഞ്ഞു കൊടുത്താ അതിനും കുറ്റോ? എടി, അവരോട് പ്രശ്നം ഉണ്ടാക്കരുത് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കല്യാണം മുടങ്ങണമെന്നാ നിന്റെ ആഗ്രഹമാണോ നീ ഇവിടെ വിളമ്പിയത്? അത് നടക്കില്ല. ഇതെന്താ ശിവേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എപ്പോഴെങ്കിലും ഈ കല്യാണത്തിനെതിരായിട്ട് ഞാൻ നിന്നിട്ടുണ്ടോ? സ്വയം ആലോചിച്ചാൽ നിനക്കത് മനസ്സിലാവും. അതെങ്ങനെയാ? അരണബുദ്ധിയല്ലേ നിനക്ക്? ഇപ്പൊ പറയുന്നത് അടുത്ത നിമിഷം മറക്കുമല്ലോ. ആരെന്തൊക്കെ പറഞ്ഞാലും മുടക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം നടക്കും. എന്റെ മോളുടെ കഴുത്തിൽ ഹരികൃഷ്ണൻ താലി കെട്ടും. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിലത് പറഞ്ഞപ്പോ അത് തെറ്റായി. ഞാനൊരു വിഡ്ഢി, പമ്പര വിഡ്ഢി. ചേച്ചി, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതില് ചേച്ചി വിഷമിക്കണ്ട. ഞങ്ങളെ രണ്ടുപേരെ അമ്മ വിളിച്ചോണ്ട് വന്നത് ഇതൊക്കെ പറയാനായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ചേച്ചി. സോറി. കേട്ടില്ലേ മോളെ, നീ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ള നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് ഇത് തുടക്കമേ ആയുള്ളൂ. കല്യാണ ചെലവിന് പണയം വെക്കാൻ ആധാരം ചോദിക്കുമ്പോ പത്മിനിയുടെ വിശ്വരൂപം നമുക്ക് വേറെ കാണാം.
മോശമായിപ്പോയി. വെറുതെ ആ കസേരയുടെ വാടക കാര്യത്തിൽ ആതിരെ വഴക്ക് പറയണ്ടായിരുന്നു. അച്ഛനോടും അച്ഛമ്മയോടൊക്കെ കോപിച്ച് ശീലിച്ചത് ഇപ്പൊ എനിക്ക് തന്നെ വിനയായല്ലോ. ഞാൻ വിരലിട്ട് കൊടുത്ത മോതിരം അവളിതാ വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുന്നു. വിവാഹം, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറി ആതിരെ ഞാനും മാത്രമായൊരു വീട്, അങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണായല്ലോ. അവളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? മോനെ, എന്താ മോനെ ഹരി, ഒരു കാര്യം പറയാൻ വന്നതാ. ആരും ഒരു കാര്യം എന്നോട് ഇപ്പൊ പറയണ്ട. എന്നൊന്ന് വെറുതെ വിട്ടേക്കാമോ പ്ലീസ്? നിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. അച്ഛന് കണ്ടാൽ അറിഞ്ഞൂടെ ശരിയല്ലെന്ന്? പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ? സോറി മോനെ, സോറി. അമ്മായി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്താ ശേഖര, ഹരി എന്തെങ്കിലും കടുത്തു പറഞ്ഞോ? കടുത്ത് പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അവൻ അവിടെ ഇരുന്ന് ഉമിത്തിയിൽ വീണതുപോലെ നീറുക. വിഷമം തോന്നി കണ്ടിട്ട്. കഷ്ടം തന്നെ. ഒരു കല്യാണ നിശ്ചയം നടന്നതിന്റെ വല്ല ആനന്ദമോ ആഹ്ലാദമോ ഇപ്പൊ ഈ വീട്ടിലുണ്ടോ? മരണ വീട് പോലല്ലേ ഇരിക്കുന്നത് ഇപ്പോ. അതിനേക്കാൾ വലിയ ദുരന്തം നടന്നതുപോലെയാ ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ. ചെറിയച്ഛനും അപ്പച്ചിയും ചെറിയച്ഛന്റെ പുന്നാര മോളും കൂടിയാ ആ പ്രശ്നം ഇത്ര വഷളാക്കിയത്. സോറി ചെറിയമ്മേ, ചെറിയമ്മയെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെ ഉദ്ദേശിച്ചാലും ഞാൻ നിന്നെ തെറ്റു പറയില്ല ജയ. നിങ്ങൾക്കൊക്കെ അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവര് 3 പേരും ചെയ്തത് ആർക്കും പൊറുക്കാൻ കഴിയാത്ത കൊടും ചതി തന്നെയാ. അവർക്ക് വേണ്ടി മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയുണ്ടോന്ന് അറിയില്ല. ആരോടാ മാപ്പ് പറയേണ്ട ശോഭേ? എന്റെ സ്വന്തം അനുജനാ രാജൻ, സ്വന്തം അനുജത്തിയാണ് യശോദ. ഒരേ ചോര. ശരിയാ, എന്റെ 2 മക്കളുടെ ഉള്ളിൽ എങ്ങനെയോ വിഷം കലർന്നുപോയി. എല്ലാം ദൈവനിശ്ചയം. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം ശരിയാവുന്നൊക്കെ മനസമാധാനത്തിന് വേണ്ടി പറയാം, അത്രേ ഉള്ളൂ.